നമസ്തേ. 1/6/2025 ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇടവം, ചിങ്ങം, തുലാം, ധനു, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, മേടം, കർക്കിടകം, മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, കന്നി, വൃശ്ചികം, മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റിക്കറാണെങ്കിലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾക്ക് ഒരു ഫീസ് ഉണ്ടായിരിക്കും. കാരണം ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റിലൂടെയും സൗജന്യമായും പറഞ്ഞു തരിക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ഒരു അലസതയൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു സംശയത്തോടു കൂടി എല്ലാം വീക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. അതേപോലെ അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാവില്ല. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായി അത്ര അനുകൂലമല്ല. മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലം ആയിരിക്കില്ല. ഇനി ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമായിരിക്കും. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ലെങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. തൊഴിൽ രംഗത്ത് മേന്മയുള്ള ദിവസമാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം രാശി, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ്. പൊതുവെ എല്ലാ ഗ്രഹങ്ങളും തന്നെ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ജാതകത്തിലും അനുകൂലം അല്ലെങ്കിൽ പൊതുവെ ദോഷകരമായ അവസ്ഥയായിരിക്കും. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ അനുകൂലമായിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. കടബാധ്യത വരാനുള്ള സാധ്യതയുടെ കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. തൊഴിൽ രംഗത്തും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മിഥുന രാശിക്കാർ മുന്നോട്ട് പോവുക. കർക്കിടകം, കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകൻ രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. മനസ്സും പൊതുവെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും.
ബുദ്ധിയും മനസ്സും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ, അതേപോലെ ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ, ധനപരമായ നഷ്ടം, കുടുംബ കലഹം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും. ആരോഗ്യം കാര്യം അത്ര മേന്മയില്ലെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥയും സമാധാനവുമൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുറയും. കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുണ്ടാകില്ല. സഹപ്രവർത്തകരും മറ്റുള്ളവരുമായിട്ട് കലഹവും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയില്ലെങ്കിലും മനസ്സൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. മക്കൾ അനുകൂലമായിരിക്കും. എന്നാൽ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. തൊഴിൽ രംഗം അനുകൂലമായിരിക്കും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടം. വൃശ്ചികം രാശിക്ക് കഠിന ദോഷമാണ്. പൊതുവെ ഗ്രഹങ്ങളൊന്നും തന്നെ അനുകൂലമുള്ള സമയമല്ല. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തണം. അതേപോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ധർമ്മദൈവ ദർശനം, ഇഷ്ടദേവത ദർശനം അല്ലെങ്കിൽ നാമജപം ഇതൊക്കെ ചെയ്യുക. യഥാശക്തി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതും വൃശ്ചിക രാശിക്കാൾ വളരെ നല്ലതാണ്. പൊതുവെ ആരോഗ്യം അനുകൂലമല്ല. മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വരും. സാമ്പത്തികമായ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഒട്ടും അനുകൂലമല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് വൃശ്ചിക രാശിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരവചനത്തോടു കൂടി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വൃശ്ചിക രാശിക്കാർക്ക് വളരെ ദോഷകരമായ ദിവസം ആയിരിക്കും. ഇനി ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം. ആദ്യ കാൽഭാഗം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശി. ധനുരാശിക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. പിതൃസ്ഥാനീയരിൽ നിന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ അവർ ഒരു മധ്യമാവസ്ഥയിലായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അല്പം പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. എങ്കിലും പൊതുവെ ധനുരാശിക്കാർക്ക് ഗുണകരമായ ദിവസമായിരിക്കും.
മകരം ഉത്രാടം അവസാന കാൽഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ളൊരു സമയമാണ്. മനസ്സ് ഒന്ന് നിയന്ത്രിച്ചാൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ആത്മവിശ്വാസക്കുറവ്, അലസത ഒക്കെ ഉണ്ടാകും. മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ അത്രയും അങ്ങോട്ട് പ്രവർത്തിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടമുണ്ടാകാം. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. പൊതുവെ ആരോഗ്യകാര്യത്തിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. എന്നാൽ കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല. പൊതുവെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. പൂരുരുട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി രേവതി ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗവും ഒട്ടും അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മീനം രാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു പൊതുവായ ഫലമാണ്. ഇതാരുടെയും ജാതക ഫലമല്ല. അത് മനസ്സിലാക്കി വേണം ഇതിനെ സ്വീകരിക്കാൻ. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ദിവസത്തെ ഒരു പരിധി വരെ ദോഷങ്ങളൊക്കെ അറിഞ്ഞ് സമീപിച്ച് ദൈവാധീനം വരുത്തി മുന്നോട്ട് പോകാമെങ്കിൽ പല ദോഷങ്ങളെയും കുറയ്ക്കാനായിട്ട് കഴിയും. അങ്ങനെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈശ്വരാരാധനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.